ആക്ച്വലി ഫീൽഡിൽ വന്നിട്ട് 5-6 വർഷമായി. അപ്പോൾ ഇത്രയധികം സിനിമകൾ ചെയ്തിട്ട് ഇതുവരെയായിട്ടും ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു നല്ലൊരു ആക്സെപ്റ്റൻസി കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ എന്നാൽ സുഹൃത്തുക്കളൊക്കെ അവരവരുടെ പടങ്ങളുടെ ഭാഗമാക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു സീനെങ്കിലും ഒരു സീൻ തരാനായിട്ട് അവർ താല്പര്യം കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കുണ്ടാവുന്ന സന്തോഷം ഇനി അങ്ങോട്ട് ഞാൻ വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ മനസ്സറിഞ്ഞ് എന്നെ അക്സെപ്റ്റ് ചെയ്ത് വിളിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അംഗീകാരവും സന്തോഷം. അത് മാത്രമാണ്. പിന്നെ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷവും സംതൃപ്തിയൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഇൻഡസ്ട്രി, മുമ്പിൽ നിൽക്കുന്ന ഇൻഡസ്ട്രി ഇനിയെങ്കിലും എൻ്റെ നേരെ കണ്ണ് തുറക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വൈറ്റ് ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതേപോലെ ലീഡായിട്ട് ഞാനും എൻ്റെ മകൻ ആയിട്ട് അഭിനയിച്ചത് ജുഗ്രു തന്നെയാണ്, ഗൗരവ് തന്നെയാണ്. ബെന്നിന്, എനിക്കും ഗൗരവിനും അമ്മയും മകനുമായിട്ട് അവാർഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ചെയ്ത സിനിമയ്ക്കും അമ്മയും മകനും ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവാർഡ് കിട്ടുമെന്ന് ആ ടെക്നീഷ്യൻസിന് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. അതുമല്ല അത്രയും നല്ലൊരു ക്യാരക്ടറായിരുന്നു. ബെന്നിലെ ആശയെ പോലെ തന്നെ നേരെ എക്സ്ട്രീം ആണെങ്കിൽ കൂടിയും അത്ര തന്നെ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു ഗീതയുടേത്. അപ്പം അന്ന് എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അതേപോലെ തന്നെ ബെൻ ചെയ്യുമ്പോഴും ഡയറക്ടർക്കും ക്യാമറാമാനും പ്രൊഡ്യൂസേഴ്സാറിനും കൂടെ അഭിനയിച്ച സുരാജ് ചേട്ടനും എല്ലാവരും അവരും കോൺഫിഡൻ്റ് ആയിരുന്നു. ഇത് അമ്മയും മകനും വാങ്ങിയിട്ടേ പോകൂ എന്തെങ്കിലും ഒരു അവാർഡ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ നന്മയോടുകൂടി ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതെനിക്ക് കിട്ടിയത്. കാരണം ഞാൻ ഒരിക്കലും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സ്റ്റാർട്ടർ എന്ന നിലയ്ക്ക് എനിക്കറിയില്ല. പിന്നെ എന്നോടൊപ്പം മത്സരിച്ചവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിച്ചു എന്ന് പോലും പറയാൻ ഞാൻ അർഹയല്ല. കാരണം അവരൊക്കെ എത്രയോ മേലെയുള്ളവരാണ്. അപ്പം അവരുടെ കൂട്ടത്തിൽ നിന്ന് ജൂറി എന്നെ അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ആഡ്ലിയേട്ടൻ തന്നത് അത്രയും വലിയൊരു ക്യാരക്ടറാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയാറുണ്ട്. കാരണം തലേ ദിവസമാണ് ഞാൻ ഈ പടത്തിൻ്റെ ഭാഗമാവുന്നത്. കുറച്ച് കാസ്റ്റിങ്ങിൽ കൺഫ്യൂഷൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി എൻ്റെ സുഹൃത്തായ ആഡ്ലി വിളിക്കുകയും നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ അത് കിട്ടിയതിന് ശേഷം ഞാനത് വായിച്ച് ഞാൻ ആകെ ചോദിച്ചത് ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും എന്നുള്ളതാണ്. കാരണം ആഡ്ലിയേട്ടൻ്റെ റിക്വസ്റ്റ് ചിരിക്കരുത് ഈ അമ്മ, പിന്നെ അത്രയേറെ ക്രൂവലായിട്ട് കാണിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അത്രയും എക്സ്ട്രീം പോകണം. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് കണ്ടിറങ്ങുന്ന തിയേറ്ററിൽ കണ്ടിറങ്ങുന്ന അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞു, ഇപ്പം കിട്ടിയാൽ നിനക്ക് 2 അടി ആദ്യം തന്നിട്ടേ വർത്തമാനമുള്ളൂ. അപ്പോൾ തന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയൊരു സന്തോഷമായിരുന്നു. സോ അത്രയും വലിയൊരു അക്സെപ്റ്റൻസിൻ്റെ തന്നെ തെളിവായിരിക്കാം ഒരുപക്ഷെ ഈ അവാർഡ്. ഞാൻ ഓരോ സിനിമയുടെ ഭാഗമാകുമ്പോഴും ഞാനത് ഫ്ലോപ്പാവോ അല്ലെങ്കിൽ ഹിറ്റാവോ ഞാൻ അങ്ങനെ നോക്കാറില്ല. കാരണം അത് ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയതാണ് ഒരു ഫിലിം. അപ്പോൾ ഇപ്പോൾ ബെന്നിലും വൈറ്റ് ബോയ്സിലും ഞാൻ ലീഡായിരുന്നു. രണ്ടിനും ഈ പറയുന്ന പോലെ തിയേറ്റേഴ്സിൻ്റെ അക്സെപ്റ്റൻസ്, തിയേറ്റേഴ്സ് കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ മാത്രം ഫാക്ടർ കൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ഈ പറയുന്ന പോലെ ബെന്ന് കണ്ട ഒരുപാട് ഡയറക്ടേഴ്സും എല്ലാവരും അവർ പറഞ്ഞു, കാരണം തിയേറ്റേഴ്സിൽ എന്തുകൊണ്ട് ഈ പടം കളിച്ചില്ല എന്നുള്ളത് അവരൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ആളായതുകൊണ്ട് അവർ വിഷമിക്കുന്നുണ്ടായിരുന്നു ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം. സോ ഇനിയുള്ള പടങ്ങളാണെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാതെ അതിനെന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്റേഴ്സുകാർ കളിപ്പിക്കണം, അല്ലെങ്കിൽ അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഏത് ചിത്രം ഇറങ്ങിയാലും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ അത് നന്നായിട്ട് ഓടണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കാറ്. ഇപ്പോൾ ബെൻ എന്ന് പറയുന്ന ചിത്രത്തിന് എനിക്ക് മകന് അവാർഡുള്ളപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിച്ചൊരു കാര്യം, അയ്യോ ബെൻ ഇറങ്ങിയിരുന്നോ, ബെൻ ഇറങ്ങിയോ, എപ്പോഴാണ് ബെൻ എന്ന് കാണണം അവാർഡ് കിട്ടിയ സ്ഥിതിക്ക്. അപ്പം നമ്മളെന്താ പറയുക, ബെൻ ഓൾറെഡി ഇറങ്ങിപ്പോയി, ഇനി DVD വരുമ്പോൾ നിങ്ങൾ സാഹചര്യം കിട്ടുമ്പോൾ കാണുക. എല്ലാവരുടെയും ആഗ്രഹം കാണണം എന്നുള്ളതാണ് അവരവർ ചെയ്യുന്ന പടങ്ങൾ. കാരണം തൻ്റെ കുഞ്ഞ് എപ്പോഴും പൊന്ന് തന്നെയാണ് നമുക്ക്. അപ്പോൾ പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ ഒരു ഫെയ്റ്റ് ആയിരുന്നു ബെന്നിന് ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കാണാൻ അവസരം കിട്ടിയവർ തീർച്ചയായിട്ടും കാണുക. എന്താണ് ഞങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് ഈ അവാർഡ് ലഭിച്ചത് എന്ന്, എന്തിനാണ് ഞങ്ങൾ ഡിസേർവ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കേണ്ടത്. ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടേ പറ്റൂ. ആക്ച്വലി ഞാൻ ഫിലിമിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ല. കാരണം 2010 തമിഴ് പടങ്ങളിൽ നായികയായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും അനീഷിൻ്റെയും കോമൺ സുഹൃത്തുക്കൾ വീണ്ടും ഫിലിംസിനെ വിളിക്കുമ്പോൾ എന്താ പറയുക, അവർ വിളിക്കുന്ന സമയത്ത് അത് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു അക്സെപ്റ്റൻസ്, ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ അതിനുശേഷമാണ് ഞാനിതൊരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഹൗസ് വൈഫായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചതുകൊണ്ടാവാം വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അമ്മയാണോ അങ്ങനെയാണെന്നൊന്നും ഞാൻ നോക്കാറില്ല. നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് നമ്മൾ കരിയർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റ് എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ പടത്തിൽ ദുൽഖറിൻ്റെയും മുത്തുമണിയുടെയും ചെറുപ്രായത്തിലെയും കൗമാരപ്രായത്തിലെയും
അവരുടെ ഇപ്പോഴത്തെ സ്റ്റേജിലുള്ള അമ്മ, അതായത് എനിക്ക് 3 ഗെറ്റപ്പാണ്. സോ ഞാനത് എങ്ങനെ എനിക്കറിയില്ല ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ അത് രാജീവ് രവി പോലുള്ള ഒരു ഡയറക്ടർ എൻ്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് തരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ദുൽഖറിൻ്റെ അവർ കൺവിൻസിങ് ആണ് അമ്മയായിട്ട് ഞാൻ ചെയ്യുമ്പോൾ. ഇവരൊക്കെ ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. സോ അവരുടെ മുന്നിൽ ഞാനിത് ഡൗട്ട് പോലും കാണിക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ ചെയ്യുക. അതുകൊണ്ടാണ് അമ്മയും ഇങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ യങ്സ്റ്റേഴ്സിൻ്റെ പെയറായിട്ടും കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം അമ്മയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പുറത്ത് ഇങ്ങനെ വിളിക്കാതിരുന്നിട്ടില്ല, ഇപ്പുറത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അമ്മയായിട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ബാലൻസ് ചെയ്ത് എന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇൻഡസ്ട്രി. സോ അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമുക്ക് നോക്കാം. ഒരിക്കലുമില്ല. കാരണം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഉത്തരവാദിത്വം കൂടി, അല്ലെങ്കിൽ ഇന്നതുപോലെ സെലക്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ സിനിമയുടെ ഒരു സീനൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക. ഇനി അങ്ങോട്ടും ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ സുരാജേട്ടൻ ഒരു സീനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമ കണ്ടിറങ്ങുന്നവർ ഒരുപക്ഷെ ആദ്യം സുരാജേട്ടനെ ആയിരിക്കും വിളിക്കുക. സുരാജേട്ട കണ്ണ് നിറഞ്ഞു പോയി ആ സീൻ കണ്ടിട്ട്. അപ്പം ആ ഒരു സീനിൻ്റെ ഭാഗമാവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയതിന് ശേഷം ഒരു സീനേ ഉള്ളൂ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഒരു 10 സീൻ എഴുതി ചേർക്കുന്നൊന്നും ഒരു ആർട്ടിസ്റ്റിന് പറയാൻ പറ്റില്ല. ആ ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം കാണുന്നത് ചിലപ്പോൾ ആ ഒരു സീൻ ഞാൻ ചെയ്തു പോയാൽ മതി എന്നായിരിക്കാം. അത് അങ്ങനെ തന്നെ അതിൻ്റെ ഭംഗിയിൽ ചെയ്തു കൊടുക്കുക, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതുവരെ നമ്മൾ തമാശ കളിച്ചതുപോലെയല്ല. ഇനി ഈ ഒരു ആർട്ടിസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഏത് ചിത്രത്തിലായാലും കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി നോക്കും ആ കുട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതിൽ കുറച്ചും കൂടെ ഭംഗി വരുത്തുക എന്നല്ലാണ്ട് ഒരു സീനോ 10 സീനോ അല്ലെങ്കിൽ ലീഡ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല.